ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ പിള്ളേരെ ഇന്ന് ഡാൻസ് ക്ലാസ്സിന് വിടണം, പിന്നെ വീട്ടിലത്തേക്ക് ഇറച്ചി എടുക്കണം. അപ്പോൾ ആ പ്ലാനിലാണ്. അപ്പോൾ ഞാൻ വണ്ടി കയറിയിരുന്ന സമയം കൊണ്ട് രണ്ടുപേരും സ്വന്തമായിട്ട് തന്നെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ മൂത്ത ആൾ ദാണ്ടെ കണ്ണാടി നോക്കി കരി വരയ്ക്കുന്നുണ്ട്, അടുത്ത ആൾ വെയിറ്റിങ്ങിലാണ്. അവിടെ രണ്ടുപേരും ഒരുങ്ങി അങ്ങനെ ഇറങ്ങി. എനിക്കുള്ള മാലയും വണ്ടിയുടെ താക്കോലും കൂടെയാണ് എടുത്തുകൊണ്ട് വന്നത് പൊന്നു. ആ സമയത്ത് ഞാൻ ഒരു കുറി ഇട്ടു, എനിക്ക് മാലയും പൊന്നും അങ്ങനെ ഇട്ടി തന്നു. അങ്ങനെ നമ്മൾ പിള്ളേരുടെ അടുത്ത് കയറാൻ പറഞ്ഞു, അവരും കയറി. ഈ കാണും പോലെയൊന്നുമല്ല, നല്ല കുറുമ്പികളാണ് രണ്ടെണ്ണവും. പിന്നെ വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വഴക്കൊക്കെ കേൾക്കുന്നുണ്ട്, കാരണം അമ്മാതിരി കുറുമ്പാണ്. പിന്നെ നേരെ ഇനി പോണത് ഡാൻസ് ക്ലാസ്സിലോട്ടാണ്. അപ്പോൾ കുറച്ച് അടുത്ത് തന്നെയാണ്, അപ്പോൾ പഴയച്ചക്കട തന്നെ. അപ്പോൾ അവിടെയും കൊണ്ടുവന്ന് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് നിർത്തിയതിന് ശേഷം പിള്ളേർ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഓരോ ഉമ്മയും കിട്ടി. പിള്ളേരെ എന്നെ ഡാൻസ് ക്ലാസ്സിലാക്കി ടാറ്റയും കൊടുത്തിട്ട് ഇനി പോവുകയാണ്. ഇനി അടുത്ത് ഇറച്ചി എടുക്കണം. അപ്പോൾ ഇനി 2 മണിക്കൂർ കഴിഞ്ഞാണ് ഇനി അവരെ ഡാൻസ് ക്ലാസ്സിന് വിളിക്കാനുള്ളത്. അപ്പോൾ അവിടെ തന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇറച്ചി വെട്ടുന്നത് കണ്ടു. സാധാരണ എല്ലാ ആഴ്ചയും ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നി ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്തവണ പോർക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോർക്ക് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ പോർക്കും അങ്ങനെ റേറ്റൊക്കെ ചോദിച്ചു. അങ്ങനെ ചെറുതായ കഷ്ണങ്ങളാക്കി വെട്ടി എടുത്തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പാക്ക് ചെയ്തു വാങ്ങി. ഇനി അതിനുള്ള ക്യാഷ് കൊടുക്കണം. അപ്പോൾ അതും വാങ്ങി വണ്ടിയിൽ വെച്ചു. ഇനി ക്യാഷ് എടുക്കുകയാണ്. അപ്പോൾ 1 കിലോ 400 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്യാഷും കൊടുത്തു. സന്തോഷത്തോടെ പുള്ളിക്കാരൻ്റെ അടുത്ത് യാത്രയും പറഞ്ഞു നേരെ ഇനി വീട്ടിലോട്ടാണ് പോണത്. ഇനി വീട്ടിൽ പോയി 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തിരിച്ച് വന്ന് പിള്ളേരെ വീണ്ടും വിളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ പോണ വഴിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. പുള്ളിയും വ്ളോഗറൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് അവൻ്റെ അടുത്തും യാത്ര പറഞ്ഞു. നേരെ ഇനി വീട്ടിലോട്ടാണ് പോണത്. പോയി അവിടെ ഷൈനിയുടെ അടുത്ത് കൊണ്ടുവന്ന് വാങ്ങിയ പോർക്കും കൊടുത്തു. നന്നായിട്ട് വയ്ക്കാൻ പറഞ്ഞു. സാധാരണ ഷൈനിയുടെ പാചകമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് പിള്ളേരെയും ചെന്ന് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞപ്പം അവർക്ക് ചോക്ലേറ്റും കൊണ്ടാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നുൻ്റെ അവർക്ക് ഡയറി മിൽക്കും വാങ്ങിച്ചു കൊടുത്തു, കൊണ്ടാട്ടവും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ പൊന്നുൻ്റെ മടിയിലിരിക്കുന്നത് ഞാൻ കൊണ്ടാട്ടം എന്ന് പറയുന്നതാണ്. അത് വൈകുന്നേരം അവർക്ക് ചായയുടെ കൂടെ പൊരിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുനാളിലൊക്കെ നിങ്ങളും ഇതൊക്കെ പൊരിച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ പിള്ളേർക്കും സാധനം വാങ്ങിച്ചു കൊടുത്ത് നേരെ വീട്ടിലോട്ടാണ് പോണത്. അപ്പോൾ ഷൈനി അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂട് ചോറും പോർക്കും എല്ലാം കൂടെ വെച്ച് അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. താങ്ക്